ഇന്ന് വൈകിട്ട് നമ്മളൊന്ന് പെരളശ്ശേരി പോകാന്നുള്ള ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങിയതാണ്. രാവിലെ അതിൻ്റെ യാതൊരു കാര്യവും ഒന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല കേട്ടോ. അതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മഴയാണ്. മഴയുടെ ഇടയ്ക്ക് ഇതാ വെയിലുണ്ട് കേട്ടോ. പണ്ടൊക്കെ പറയായിരുന്നു വെയിലും മഴയും വന്ന കുറുക്കൻ്റെ കല്യാണമാണെന്ന്. ആ കഥകളൊക്കെ പറഞ്ഞ് നമ്മളിതാ ഒരു 3:11 ആയപ്പോഴേക്ക് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ കുറ്റ്യാടി വഴി റൂട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അങ്ങോട്ട് എത്തുന്നതിനനുസരിച്ച് വലിയൊരു മഴ കഴിഞ്ഞിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ റോഡിൻ്റെ മുകളിലൊക്കെ ചിലയിടങ്ങളിലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂർ നീണ്ട യാത്രയിൽ നമ്മൾ ഒടുവിൽ അവിടെ എത്തിച്ചേർന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ആ കുളത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് ചില ഭാഗങ്ങളിലൊന്നും വീഡിയോ അലൗഡ് അല്ല. വീഡിയോ അലൗഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് എടുത്ത ഷോർട്സ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, തീരെ തിരക്കില്ല. നമ്മുടെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയൊരു ഫീലാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ തിരക്കില്ലാത്തൊരു സമയം ഞങ്ങൾ എത്തിപ്പെടുന്നത്. മറ്റു ഞങ്ങൾ പോകുന്ന സമയത്ത് രാവിലെയാണ് പോവാറ്. ഒരു 7 മണി 7:30 ആകുമ്പം അവിടെ എത്തുന്ന രീതിയിൽ പോകും. അങ്ങനെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഭണ്ഡാരത്തിന് മുന്നിൽ കുഞ്ഞു മണികൾ കണ്ടപ്പോൾ മക്കൾക്കതൊരു കൗതുകമായി കേട്ടോ. അങ്ങനെ അയ്യപ്പൻ്റെ അടുത്ത് തൊഴുത് എള്ളുതിരിയും മറ്റും നേർച്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ മുന്നോട്ടേക്ക് തന്നെ വന്നു കേട്ടോ. കുറച്ച് വഴിപാടും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അവസാനം വഴിപാടിന് വേണ്ടിയിട്ടുള്ള പ്രസാദത്തിന് വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത്. അവിടെ അത്യാവശ്യം തിരക്കില്ല, എന്നാലും വലിയ മോശമില്ലാത്ത രീതിയിൽ തിരക്കായിട്ടോ. ഞങ്ങൾ എന്തായാലും അതെല്ലാം വാങ്ങി. ഇതാണ് കേട്ടോ നമ്മുടെ പെരളശ്ശേരി അമ്പലത്തിലെ പ്രസാദം. നല്ല സ്വാദാണ്. നമുക്കവിടെ എന്താ പറയുക, ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ കിട്ടിയത്. രണ്ടാമത്തത് അവരുണ്ടാക്കിയ സമയത്താണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നമുക്ക് ഈ പ്രസാദം കഴിക്കാനൊക്കെ ഉള്ള നല്ല ഒരു സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഫാനൊക്കെ ഇട്ടിട്ട് നല്ല സൗകര്യത്തിൽ നമുക്ക് കഴിക്കാം. നമ്മൾ അമ്പലത്തിൽ എത്തിയത് മുതൽ മഴയൊന്നുമില്ല, നല്ലൊരു കാലാവസ്ഥയായിരുന്നു നമുക്ക് കിട്ടിയത്. അതുപോലെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അറിയാലോ, ക്ഷേത്രത്തിൽ വന്ന് പോവാന്ന് പറയുമ്പോൾ തിരക്കിട്ട് പോയി വരുന്നൊരിതൊന്നും നമുക്ക് നടക്കില്ല. ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയാൽ കിട്ടുക. ആ ഒരു വൈബ് ഞങ്ങൾക്ക് വൈകിട്ട് അതിനോട് നല്ലോണം ആസ്വദിക്കാനും പറ്റി. അങ്ങനെ നല്ല രീതിയിൽ തൊഴുത് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരുപാട് കളിപ്പാട്ടങ്ങളും വളകളും മാലകളും ഒക്കെ ഉണ്ടെങ്കിലും മക്കൾക്ക് ഈ കടകൾ കാണുമ്പോൾ ഒരു കൗതുകമാണ് കേട്ടോ. അതെല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുട്ടിക്കാലത്തും അങ്ങനെ തന്നെയാണ്. ഒന്നും വാങ്ങരുത് എന്നുള്ള ചട്ടം കെട്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് വന്നതെങ്കിലും ഇവിടെ എത്തിയാൽ അവരെല്ലാം മറന്ന് എല്ലാം വാങ്ങിപ്പോരും. അങ്ങനെ ഇതാ കുറച്ച് ക്ലേയും ട്രെയിനും വളയും മാലയും നെയിൽ പോളിഷും പൊട്ടും അങ്ങനെ ചെറിയ ചെറിയ സാധനം മുതൽ കയ്യിലൊതുങ്ങാത്ത അത്യാവശ്യം കുറച്ച് സാധനങ്ങളും വാങ്ങി ഞങ്ങളിതാ അവിടെ നിന്ന് നേരെ തിരിച്ചിട്ടോ. അപ്പോൾ മക്കളിതാ രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് ഇറങ്ങിയതാണ്, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അമ്പലത്തിലേതായതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കുകയൊക്കെ വേണം. അങ്ങനെ ഞങ്ങൾ ഏകദേശം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ച് താലപ്പൊലികളൊക്കെ കണ്ടു. നല്ല ഗ്രാൻഡ് ആയിട്ടാണ് കേട്ടോ സംഭവം. നമ്മുടെ നാട്ടിലുള്ളത് പോലെയൊന്നുമല്ല. 2-3 ഗ്രൂപ്പുകളായിട്ടാണ് താലപ്പൊലി പോകുന്നത്. ശിങ്കാരിമേളം, പിന്നെ ബോയ്സിൻ്റെ ഡാൻസ്, ദഫ്മുട്ട്, അങ്ങനെ ഒരു മതസൗഹാർദ്ദമായിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ശരിക്കും അത് ആസ്വദിച്ചു. കാരണം ഞങ്ങൾക്ക് തിരക്കിട്ട് പോയിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാലറിയാം, ബ്ലോക്കാണ്, നല്ല ബ്ലോക്കാണ്. നമ്മളെ വണ്ടി നിർത്തിയതിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ടാണ് ഒരു ജംഗ്ഷൻ വരുന്നത്. അപ്പോൾ എല്ലാ പ്രോഗ്രാമും അവിടെ നിന്ന് കഴിയും. എന്നിട്ട് നമ്മുടെ അടുത്തുകൂടി പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് കേട്ടോ നമ്മൾ കണ്ടത്. ഏട്ടനും മക്കളും ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ മുകളിലൊക്കെ ആയിട്ട് നോക്കി നിന്ന് മക്കള്. ഏട്ടൻ ജസ്റ്റ് പുറത്തിറങ്ങി കണ്ട്. ഞാൻ പിന്നെ അങ്ങനെ ഒന്നും ഇറങ്ങിയിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ പോന്നു കേട്ടോ. നാളെ സൺഡേ ആയതുകൊണ്ട് പോകാനും ഇല്ല. അപ്പോൾ ബാക്കി വീഡിയോ പിന്നെ